എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് അകന്നു പോയ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ കറണ്ട് ഫീലിങ്സും കറണ്ട് സിറ്റുവേഷനുമാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കേണ്ടതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവാത്തത്. അതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ബ്ലാക്ക് മാജിക് റിമൂവലിന് വേണ്ടിയുള്ള ബ്രേസ്ലെറ്റുകൾ നമ്മൾ ജപിച്ച് കൊടുക്കുന്നതാണ്. അത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ സ്റ്റാർ എന്നിവ അല്ലെങ്കിൽ നക്ഷത്രം എന്നിവയാണ് അതിന് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് ആണ്, ഇപ്പോഴത്തെ അവരുടെ ഒരു ചിന്തകളാണ്. അതായത് പിന്നെ അവർക്ക് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കൂടെ നമ്മൾ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥയും നിങ്ങളുടെ എനർജി നോക്കുന്നുണ്ട്, നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസുമാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നതാണ്. എൻ്റെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസ് കൊണ്ടും കുറച്ച് പേരുടെയെങ്കിലും ലൈഫിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ എൻ്റെ വീഡിയോസിനൊക്കെ കഴിയുന്നുണ്ടാകുന്നതായിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിയുന്നുണ്ടാവുമെന്ന് തന്നെ ഞാനിപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാര്യം ഒരുപാട് പേര് കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട്, ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോൾ ഇൻഡെപ്ത് റീഡിംഗ് ആയിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ്, നിങ്ങളുടെ കറണ്ട് എനർജി ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജിയാണ്, നിങ്ങളുടെ ഈ റീഡിങ് കാണുന്ന നിങ്ങളുടെ കറണ്ട് എനർജിയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ട്രാൻസ്ഫർമേഷനിലൂടെയാണ് ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഏജിലുള്ളവരെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു എൻ്റെ റീഡിങ് കാണുന്ന വ്യക്തികൾ ഒരു മാറ്റത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്പിരിച്വൽ റീബർത്ത് അവർക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ നാൾ മുമ്പ് വരെ അവരെല്ലാം വികാരങ്ങളെ കൊണ്ട് ഒരു തീരുമാനം, അതായത് വികാരങ്ങൾക്ക് അടിമപ്പെട്ടൊരു വ്യക്തികളായിരുന്നു ഇത് കാണുന്ന മജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അഥവാ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ റീഡിങ്ങിൽ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ടുമാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ടും തീരുമാനമെടുക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയവരോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഇത്രയും നാൾ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ നാൾ വരെ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരുന്നു. അവരെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് മനസമാധാനം കളഞ്ഞ് ഓരോ നിമിഷവും ഉറക്കം കളഞ്ഞ് അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടാന്ന് വെച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ഒരു വ്യക്തിയാണ്. കാര്യം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇട്ടിട്ട് പോയത്. അപ്പം നിങ്ങൾ മുൻപ് ചെയ്തിരുന്ന എന്തായിരുന്നു? അതായത് അതിലൊക്കെ വിഷമിച്ച് അയ്യോ പൊത്തോ എന്നൊക്കെയുള്ള നിലവിളിച്ച് കരഞ്ഞ് കൂവി അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ച്, അതായത് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഇപ്പം അതിൽ നിന്നൊരു മാറ്റങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കറണ്ട് എനർജി എടുക്കുമ്പം നിങ്ങൾക്കൊരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ. കാര്യം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ റീബർത്ത് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും നിങ്ങളെ വലുതായിട്ട് ഇപ്പം ബാധിക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ എനർജിയാണ് കേട്ടോ ഞാൻ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി പോയത് നിങ്ങളെ വലിയ രീതിയിൽ മുൻപ് ബാധിച്ചിരുന്നു. നിങ്ങളുടെ ഹൃദയത്തിലൊരു വലിയ മുറിവായിരുന്നത്, അല്ലെങ്കിൽ അത് ആഴത്തിലുള്ളൊരു നിങ്ങൾക്കൊരു വിഷമം അല്ലെങ്കിൽ ആഴത്തിലുള്ളൊരു സങ്കടം തന്നൊരു കാര്യമാണ് അത്. പക്ഷേ ഇപ്പോഴതൊന്നും നിങ്ങളെ അത് ബാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. കാര്യം അവരുടെ ഓർമ്മകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും
നിങ്ങൾക്കൊരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതായിട്ടാണ് കാർഡുകൾ പറയുന്നത്. കാര്യം നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ഒരു സ്പിരിച്വാലിറ്റിയുടെ വേറൊരു വേർഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക്. നിങ്ങളുടെ ചിന്താഗതികൾക്കൊരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. വികാരങ്ങൾക്ക് അടിമപ്പെടാത്തൊരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും നാളും ഈ ഒരു വ്യക്തി നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഊണും ഉറക്കവും സുഖവും സന്തോഷവും സമാധാനവും വീട്ടുകാരെയൊക്കെ നിങ്ങൾ കളഞ്ഞത്. ഇതിന്ന് കാണുന്ന ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫിനെ പറ്റിയാവാൻ പറയും, ഇത് നിങ്ങൾ വൈഫാവാം, ഹസ്ബൻഡാവാം, അല്ലെങ്കിൽ ലവറാവാം, ആരുമാകാം ഈ കാണുന്ന വ്യക്തികൾ. അപ്പം നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ നിങ്ങൾ ഒഴിവാക്കിപ്പോയ വ്യക്തിയുടെ പിന്നാലെ പോയി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ബെഗ് ചെയ്യുന്നൊരു വ്യക്തികളായിരുന്നു നേരത്തെ. എങ്ങനെയെങ്കിലും യാചനയൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ. പക്ഷേ ഇപ്പം നിങ്ങളിലൊരു മാറ്റം വന്നു. നിങ്ങൾ ഒരു പേഷ്യൻസ് കാർഡ് വന്നിരിക്കുന്നത്, നിങ്ങളിപ്പം ക്ഷമ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു. ഇപ്പം നിങ്ങൾ ക്ഷമയുണ്ട്, നിങ്ങൾക്ക് ക്ഷമ, ഇനി അവർ വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത്. പക്ഷെ അവർ മനസ്സിലാക്കുന്നു, നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, നമ്മൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു സാഹചര്യമാണിപ്പോൾ. അതായത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു കൂളായിട്ടിരിക്കുന്നത്. കാര്യം നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളെ കളഞ്ഞിട്ട് പോയത്, അല്ലാതെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. ആ ഒരു വ്യക്തിയിൽ വേറൊരു തേർഡ് പാർട്ടിയോ മറ്റേതെങ്കിലും ഫാമിലിയോ എന്തെങ്കിലും കാരണമാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ വേണ്ടാന്ന് വെച്ച് ആ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് പോയത്, അല്ലാതെ നിങ്ങൾ തെറ്റൊന്നും ചെയ്തത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൾവിളി എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ടാണ് നിങ്ങളിപ്പം മുന്നോട്ട് പോകുന്നത്, അല്ലാതെ അവരിവരും പറയുന്നത് കേട്ടല്ല. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന കാര്യം അത് ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എനിക്ക് എന്താണോ ശരി അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാത്തൊരവസ്ഥയല്ല. എന്നിരുന്നാലും എനിക്കൊരു കാര്യം പൂർണ്ണമായിട്ടും ഒരു ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ മറ്റാരുടെയെങ്കിലും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളൊരു സ്പിരിച്വൽ റീബർത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് തന്നെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാഹചര്യം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ പോയി കരഞ്ഞ് കാല് പിടിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മനസ്സിനെ ചിന്തകളിൽ നിന്ന് മുക്തമാക്കുമ്പോൾ ലഭിക്കുന്ന ആഴത്തിനുള്ള അറിവിനെയാണ് ഇത് തീർച്ചയായിട്ടും ഈ ഒരു കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ആന്തരിക ശാന്തി നിങ്ങൾക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു ഇന്നർ പീസ്. അതായത് പുറത്തു നിന്നുള്ള ബഹളത്തിൽ നിന്നൊഴിഞ്ഞ് സ്വന്തം ആത്മാവിലേക്ക് നോക്കേണ്ട സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡുകളാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. ഒരു പൂർണ്ണത കൈവരിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇത്രയും നാൾ ഒരു വ്യക്തതയില്ലായ്മയായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി. ഈ ഒരു വ്യക്തി ഇല്ലാതെ എങ്ങനെ എനിക്ക് ജീവിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു നിങ്ങൾ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ആത്മാവിന് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന കാര്യം ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങളെ വിശ്വസിച്ചിരുന്നില്ല. ഒരു ആത്മീയതയുടെ ഒരു പുതിയ മുഖമാണ് നിങ്ങളിൽ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കാണുന്ന വ്യക്തികൾ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും ഇത്രയും നാളും ഇവർ ചവിട്ടി അരച്ചിരുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു കളിപ്പാവയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളെ ആഴത്തിൽ കാണാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നത് കേട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലൊരു മാറ്റം, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളിൽ സംഭവിച്ചത്.
അപ്പോൾ ഇത് കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരും ഒരു മാറ്റത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ട്രാവലിംഗ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് അനാവശ്യ ഉത്കണ്ഠകൾ ഒഴിവാക്കി ജീവിതത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്താൻ ശ്രമിക്കുക എന്നാണ് ട്രാവലിംഗ് കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് നമ്മൾ പറയത്തില്ലേ, വളരെ ഒരു പോസിറ്റീവ് ഒരു വൈബായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി നിങ്ങൾ കാണുന്ന ഓരോരുത്തരും. നിങ്ങളുടെ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിങ്ങൾ ഹൈയിലാണ് നിൽക്കുന്നത്. ഊർജ്ജം ഒരു എനർജറ്റിക് ആയിട്ടുള്ള എനർജി ലെവൽ എന്ന് പറയുമ്പോൾ ഹൈ ആണ്, വളരെ ഒരു ഹൈ ഫ്രീക്വൻസിയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. കാര്യം നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് ബന്ധങ്ങൾക്ക് പുതിയൊരു ഉന്മേഷത്തിനെയും കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പം നിങ്ങളിപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. അപ്പോൾ ഇവിടെ ഗൈഡൻസ് കാർഡ് വന്നത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾ വളരെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൊക്കെ മാറ്റം വരുത്തി നിങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുന്ന വ്യക്തികളായിട്ട് തീർന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വന്ന മാറ്റം. കരഞ്ഞ് കാല് പിടിച്ച് വളരെ കരഞ്ഞു കൂവി കാല് പിടിച്ച് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു നിങ്ങളല്ല ഇപ്പം. നിങ്ങളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം നമുക്ക്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി? ഇതൊന്നും നമ്മൾ നേരത്തെ എടുത്തു വയ്ക്കുന്ന കാർഡുകളല്ല, അത് മനസ്സിലാക്കുക എല്ലാവരും. എന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ഞാനിവിടെ നോക്കുന്നത്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുക്കിൽപ്പെട്ടൊരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ. കടുത്ത ആശയക്കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ അനാവശ്യ തർക്കങ്ങൾ, വഴക്കുകൾ. ഇപ്പോൾ അവർ ഏത് ബന്ധത്തിലായാലും അവിടെ അവർക്കൊരു ഹാപ്പിനെസ് ഇല്ല. അവർ നിങ്ങളോട് ചെയ്തതോർത്ത് പശ്ചാത്തപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത്. ഇവിടെ ഒരു ഹൃദയവേദന വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തി കുറേ പേര് ഇവിടെ നിങ്ങളെ ഒഴിവാക്കി മറ്റൊരു ബന്ധത്തിലേക്ക് പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു ഹൃദയവേദന ഉണ്ടാക്കി പോയവർ ഇപ്പോഴും അവരാണ് ഹൃദയവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അവർക്കവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. അവിടെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ആ ഒരു ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ കടുത്ത നിരാശയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷീണിതനാണ് ആ വ്യക്തി. കാര്യം ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് പ്രതീക്ഷിച്ചാണ് നിങ്ങളിൽ നിന്നകന്ന ആ ഒരു ബന്ധത്തിലേക്ക് പോയത്. പക്ഷേ ആ ഒരു ബന്ധത്തിൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചില്ല. പ്രതീക്ഷയ്ക്ക് ഒത്തൊരു ജീവിതം അവർക്ക് ലഭിച്ചില്ല. അവിടെ അവർക്കൊരു നിരാശയാണ് ആ ഒരു വ്യക്തികൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, ഒരു കുടുക്കിൽപ്പെട്ട ഒരു സിറ്റുവേഷൻ, ഒരു കെട്ടിയിടപ്പെട്ട ഒരവസ്ഥ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കൂടുതലും കാണുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു ലേഡി തന്നെ, അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തി തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത കുറേ പേരുടെ കാര്യത്തിൽ. അതിപ്പോൾ കുടുംബത്തിലാണെങ്കിൽ കലഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാര്യം നിങ്ങളെ കളഞ്ഞിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പണത്തിനോ, തേർഡ് പാർട്ടിയുടെ പണത്തിനോ, അല്ലെങ്കിൽ പദവിയോ, അല്ലെങ്കിൽ അവരുടെ ചന്തം കണ്ടോ ഒക്കെ പോയ വ്യക്തിയാണ്. പക്ഷേ അവിടെ അവർക്കൊരു തിരിച്ചടിയാണ് കിട്ടിയത് തീർച്ചയായിട്ടും. കാര്യം കർമ്മ തിരിച്ചടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, കാലം കണക്ക് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സ് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ വന്നപ്പം ഞാനിവിടെ എടുത്ത കാർഡുകൾ മനസ്സിലായല്ലോ. ചില ആൾക്കാർ, ഞാൻ ആദ്യം കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നിരത്തി കാർഡുകളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. നിരത്തി ഇങ്ങനെ കാർഡുകൾ വെച്ച് ചെയ്യുന്നതിലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എനിക്കൊരു
കംഫർട്ടായിട്ട് തോന്നണം. കാര്യം ഞാൻ ലൈവായിട്ടാണ് കാർഡ് എടുക്കുന്നത്. കാര്യം ഇത് കാണുന്ന ഓരോരുത്തരുടെയും ഒരു എനർജിയാണിത്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ആണ് കേട്ടോ. അല്ലാതെ നമ്മൾ നേരത്തെ എടുത്ത് കാർഡ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാറില്ല. ലൈവായിട്ടാണ് കാർഡ് ഷഫിൾ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഷഫിൾ ചെയ്തിരുന്ന കാർഡുകൾ നമ്മൾ ലൈവായിട്ട് തന്നെ എടുത്തതാണ്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ഞാനിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷനും കറൻറ്റ് ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ ഓർമ്മകളിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. അവർ കടുത്ത മാനസിക സങ്കടങ്ങളിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് പോകുന്നത്. ഒരു ഹൃദയവേദന, അതായത് നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർക്ക് തിരിച്ചടി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോൾ മറ്റൊരു ബന്ധത്തിലാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ അനാവശ്യ തർക്കങ്ങളും വഴക്കുകളും സംശയങ്ങളും പരസ്പരമുള്ള കലഹങ്ങൾ, അങ്ങോട്ടുള്ള ശാരീരിക ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് മടുത്തു ആ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആണെങ്കിലും കുടുംബമാണെങ്കിലും അതിനോടൊപ്പമുള്ള ജീവിതം അവർക്ക് മടുത്തു. പക്ഷേ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു തീരുമാനം എടുത്ത് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്താവാം, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ബന്ധത്തിൽ അവരെ തളച്ചിടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവരൊരു കുടുക്കിലാണ് പെട്ടുപോയിരിക്കുന്നത്. കാര്യം അവിടെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും അവർക്കതിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊരു സാഹചര്യം. കാര്യം അവരിപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങളെ വഞ്ചിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞിട്ട് കുടുംബത്തിന് ഒപ്പം പോയൊരു വ്യക്തിയാണ്, കുടുംബത്തിന് പ്രാധാന്യം നൽകിയൊരു വ്യക്തിയാണ്. പക്ഷേ കുടുംബത്തിൻ്റെ അവർ കുടുംബത്തിൽ ഒരു തിരിച്ചടി നേരിടുകയാണ്. ഇപ്പം നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നിങ്ങൾ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ പോകുന്നൊരു വ്യക്തി. അതുപോലെ തന്നെ കടുത്ത അസംതൃപ്തിയാണ് അവർക്ക് ജീവിതത്തെപ്പറ്റി. അവർക്ക് ജീവിച്ചിരിക്കണമെന്ന് പോലും താല്പര്യമില്ല. ഒരു നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥ, ഒരു സ്റ്റാഗ്നേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അവരുടെ ബന്ധത്തിലാണെങ്കിലും അവരുടെ ജീവിതത്തിലും മാനസിക വേദനകളാണ് അവർ അനുഭവിക്കുന്നത്. ഇവിടെ 2 ഓസോടും വന്നിട്ടുണ്ട്, 3 ഓസോടും വന്നിട്ടുണ്ട്. അവർക്ക് ആശയക്കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് ഒരു പൊറുതി മുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. അവർ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതവർ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സിറ്റുവേഷൻസ്. ഇപ്പം നിങ്ങളുടെ വ്യക്തി കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ അവർ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചൊരു ബന്ധമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, അവർ വിചാരിച്ച പോലെയൊന്നും അല്ല എന്ന് അവർക്ക് മനസ്സിലായി. തേർഡ് പാർട്ടി ആൾ ശരിയല്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വ്യക്തമായ പ്ലാൻ മനസ്സിലായി. നിങ്ങളായിരുന്നു അവരെ ശരിക്കും സ്നേഹിച്ചിരുന്നെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ 4 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. അവർക്കിപ്പോൾ നിരാശയാണ്. കടുത്ത നിരാശയാണ് അവർക്ക്. കാര്യം എന്തുണ്ടെങ്കിലും അവർക്കിപ്പോൾ ഉള്ളൊരു ഹാപ്പി അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. ഒരു സ്വയം തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെയാണ്, കഠിനമായ മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി നിലവിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടി ബന്ധമായാലും ശരി, കുടുംബത്തിലായാലും ശരി, അവർ സന്തോഷവും സമാധാനവും ഇല്ല, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അനാവശ്യ ഭയം, അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാർഡുകളുണ്ട്. എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴാ ഒരു വ്യക്തിയുടെ മുന്നിലുള്ളതായിട്ട് കാണുന്നത്. അങ്ങനെ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്നാണ് കാർഡിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു ലോ എനർജിയിലൂടെ, ലോ ഫ്രീക്വൻസിയാണ് അവർക്കിപ്പം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുപാട് മാറ്റം വന്നെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം അതൊരു പെയിൻഫുൾ സിറ്റുവേഷനായിട്ടാണ് അവരിപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ബന്ധത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയോടൊപ്പമുള്ള ആ ഒരു ജീവിതമോ ഒക്കെ അവരങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്നും കൂടെ നോക്കാം. വെയിറ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ് കേട്ടോ. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക നിങ്ങൾ ഈ ഒരു കാര്യത്തിനായിട്ട്.
അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുക. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവും. റിമെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ഒരു മെസ്സേജാണ് തീർച്ചയായിട്ടും. അപ്പം നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ.